ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ നിധി എത്തിയിരിക്കുന്നു കേട്ടോ. ഇതുവരെ മിഥുൻ്റെ കൈകളിലായിരുന്നു. ഗൗതമും പോലീസുകാരിയും കൂടി നിധിയെ കണ്ടെത്തുന്നുണ്ട്. പിന്നീട് നിധിയുമായി ഗൗതം വീട്ടിലെത്തണം കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധര ഇതിലില്ല എന്ന് അങ്ങ് ഈ പോലീസുകാരിയോട് പറയുമ്പോൾ പോലീസുകാരി പറയണം, അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ, കാരണം ആ പറയുന്ന ആൾ മരിച്ചിരിക്കുന്നു, മിഥുൻ എന്ന് പറയുന്ന ആൾ മരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അവൻ്റെ ആ ഒരു മൊഴി വേണമായിരുന്നല്ലോ. അതില്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണം തുടരും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും മായ പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ അങ്ങനെ ഗൗതമും നിധിയും ആ ഒരു സന്തോഷം പങ്കുവെക്കാണ്. ഇവർക്ക് തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷമുണ്ടല്ലോ. ഇതേസമയം പാറും നിർമ്മലയൊക്കെ പറയുന്നുണ്ട്, മാറി മാറി പറയുന്നുണ്ട്, ഈശ്വര ഞങ്ങളൊന്ന് പേടിച്ചു പോയി മോളെ, എന്താണ് നിനക്ക് സംഭവിച്ചത്, ഇനി തനിയെ എങ്ങോട്ടേക്കും പോകരുത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ശിവാനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ശിവാനിക്ക് വളരെ ദേഷ്യമാവാണ്. ശിവാനി ഇങ്ങനെ ചെന്നിട്ട് വസുന്ധരയോട് പറയാണ്, അവൾ തിരിച്ചു വന്നു ആൻറ്റി, അവൾ വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധര പറയണേ, എന്ത് ചെയ്യാൻ, ഒരു നിമിഷത്തേക്ക് അവൾ ഇല്ലാതായി എന്ന് ചിന്തിച്ചു പോയി, പക്ഷേ അവൾ തിരിച്ചു വന്നപ്പോൾ എനിക്കും താങ്ങുന്നില്ല, ഇനി എന്ത് ചെയ്യാൻ എന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി നിധി എണീക്കുകയാണ്. നിധി എണീറ്റ ഉടൻ തന്നെ നിർമ്മല ഒരു കോഫിയുമായി വരുന്നുണ്ട്. പക്ഷേ നിധി പറയാണ് വേണ്ട. അപ്പോൾ ഗൗതം എണീറ്റിട്ടുണ്ടോ? ഇല്ല, ഗൗതം അവിടെ കിടക്കുന്നുണ്ട് എന്ന് നിധി തിരിച്ച് പറയണേട്ടാ. അപ്പം നിർമ്മല പറയണ, മോള് ഈ കോഫി കുടിക്കുക എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ആ കോഫി വാങ്ങാണ്. അങ്ങനെ ആ കോഫി കുടിക്കാൻ ഒരുങ്ങുമ്പോൾ നിധിക്ക് എന്തോ അത് കുടിക്കാൻ കഴിയുന്നില്ല, തനിക്കൊരു മനം പരട്ടൽ. അങ്ങനെ നിധി ആ കോഫി അവിടെ വെച്ച് പിന്നീട് ഒമിറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അങ്ങനെ നിധി ഇങ്ങനെ മനം പരട്ടിയും കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഛർദ്ദിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഈശ്വര, പതിവില്ലാത്തൊരു മനം പരട്ടൽ, എന്നും കോഫി കുടിക്കുന്ന ആൾ തന്നെയാണല്ലോ ഞാൻ, ഇന്നെന്ത് എന്നിങ്ങനെ നിധി ആലോചിച്ച് തൻ്റെ വയറ്റിൽ കൈവെക്കുമ്പോൾ തനിക്ക് എന്തോ ഒരു തോന്നൽ, താൻ ഒരു ഗർഭിണിയാണെന്നുള്ള സത്യം, ആ സത്യം അറിയാൻ എന്താണ് ഇനി ഒരു വഴി എന്നിങ്ങനെ നിധി ചിന്തിക്കുകയാണ്. അപ്പോൾ ഗൗതമിനോടും വീട്ടിലുള്ളവരോടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ താൻ ഇനി എന്താണ് ഒരു വഴി എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ തൻ്റെ മുന്നിൽ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ആ ഒരു ഓർമ്മ വരാനായിട്ടാ. അങ്ങനെ നിധി ആ പ്രഗ്നൻസി ടെസ്റ്റ് പുറത്ത് പോയി വാങ്ങുന്നുണ്ട്. പിന്നീട് അത് ചെക്ക് ചെയ്യുമ്പോൾ അത് 2 ലൈൻ വരുമ്പോൾ നിധിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും സന്തോഷമാണ് കേട്ടോ. നിധി വളരെ സന്തോഷവതിയാവുകയാണ്. നിധി അലറി വിളിച്ചും കൊണ്ട് ഗൗതമിനെ വിളിക്കുകയാണ്. ഗൗതമിനെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഗൗതമിനെ കാണാനില്ല. ഗൗതം എന്ന് പറഞ്ഞ് അലറി വിളിച്ച് നിധി ഒരുപാട് തവണ ഇങ്ങനെ ഗൗതമിനെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഗൗതമില്ല. അങ്ങനെ ഈ സമയം നിർമ്മല മുന്നിൽ വരുന്നുണ്ട്. അപ്പം നിർമ്മല ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, അല്ല ഗൗതം സാർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഗൗതമിനെ തിരക്കി അടിയും മുകളിലും ഒക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പാറു വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് സത്യത്തിൽ എന്തിനാ നീ ഗൗതമിനെ ഇത്രയും സന്തോഷത്തോടു കൂടി വിളിക്കുന്നത്, എന്തെങ്കിലും ഇല്ലാതെ നീ വിളിക്കില്ല, എന്താ ഞങ്ങളോടും കൂടി പറ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, പാറുവിൻ്റെ കൈകളിൽ ഈ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ആ ഒരു കാർഡ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതോടുകൂടി പാറു ആകെ ഞെട്ടിപ്പോണേ. ഈശ്വര എന്ന് പറയുമ്പോഴേക്കും അവിടെ നിർമ്മല പറയാണ്, ഞാനൊരു അമ്മൂമ്മയാവാൻ പോകുന്നൂലേ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളല്ല ഞാനാണ് എന്നിങ്ങനെ പാറു പറയുന്നു കേട്ടോ. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു കുശുമ്പ് അപ്പോഴും അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ മോളെ, എന്നാൽ ഈ അമ്മ ആഗ്രഹിച്ചതുപോലെ നീ ഗർഭിണിയായല്ലോ എന്നുള്ള സത്യം പറയണം. അപ്പോൾ 2 പേരും മാറി മാറി പറയുന്നുണ്ട്. ഇതേ സമയം ഗൗതം എവിടെ എന്ന് നിധി വീണ്ടും ചോദിക്കുകയാണ്. ഗൗതം ടെറസിന് മുകളിലുള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നു കേട്ടോ. പക്ഷേ റീമേക്കിൽ ഇത് ശരിക്കും ഗൗതം പുറത്ത് നടക്കാൻ പോയിരിക്കുകയായിരിക്കും. അങ്ങനെ നിധി ഗൗതമിനെ തിരക്കി പോവാണ്. അങ്ങനെ ഗൗതം കാണാം ആ ടെറസിന് മുകളിൽ നിൽക്കുന്ന. അപ്പോൾ ഉടൻ തന്നെ നിധിക്ക് വലിയൊരു സർപ്രൈസ് ഒരുക്കി ഗൗതം അവിടെ കാത്തു നിൽക്കുകയാണ്. അതായത് നിധിയും ഗൗതമും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഡോളിൻ്റെ അങ്ങനെ ഒരു പാവയൊക്കെ വെച്ച് നിധി തന്നെ തിരഞ്ഞ് അങ്ങോട്ടേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി ചെല്ലുമ്പോൾ നിധി കാണുന്ന കാഴ്ച തനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് ശിവാനി കാണുകയാണ്. അപ്പോഴേക്കും ശിവാനി വസുന്ധരയെ വിളിച്ച് വരികയാണ്. അങ്ങനെ വസുന്ധരയോട് പറയുന്നുണ്ട്, ആൻറ്റി ഒന്ന് വന്നേ, എന്താണ് ഇവരുടെ റൊമാൻസ്, പോയി ഇപ്പോൾ പെരുവഴിയിൽ എന്ന് പറയുന്നത് പോലെ നടു റോട്ടിൽ മധ്യത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കുന്നു, മറ്റുള്ളവർക്ക് ഇവിടെ നടക്കുമെന്നും വേണ്ടേ, മറ്റുള്ളവർ ഇതുപോലെ വിവാഹം കഴിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുനിഷ്ഠ വർത്താനങ്ങൾ പറയുമ്പോൾ അതിനൊപ്പം അങ്ങ് നിന്ന് കൊടുക്കുകയാണ് കേട്ടോ വസുന്ധര. കാരണം വസുന്ധരയ്ക്ക് നിധിയെ ഇഷ്ടമല്ലല്ലോ. അങ്ങനെ പിന്നീട് ഇവരെന്ത് ചെയ്യുന്നു എന്നിവർ മാറി നിന്ന് നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗൗതം ഇത്രയും വലിയ സർപ്രൈസ് ഒരുക്കിയപ്പോൾ നിധിക്ക് ആകെ അത്ഭുതപ്പെട്ടു പോകും.
പോവാണ് നിധി. എന്നാലും ഗൗതം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ നിധി, നീ എന്നിൽ നിന്നും ഇപ്പോൾ ഒരു നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ചു കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം നീ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഗൗതമിനെ വിട്ട് ഞാനങ്ങ് പോകുമോ? ഇല്ലായിരിക്കാം. പക്ഷേ എൻ്റെ മാനസിക നില അപ്പോൾ അങ്ങനെയായി. നീ എനിക്ക് വിട്ടുപോകുമോ എന്നൊരു പേടിയായി. അതുകൊണ്ട് തന്നെ നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞിട്ട് ഗൗതം എന്ത് ചെയ്യുന്നു, ആ ഒരു സർപ്രൈസ് നിധിക്ക് നൽകണം കേട്ടോ. ഇതേ സമയം നിധി പറയണേ, ഗൗതം നീ എനിക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് ഒരുക്കിയപ്പോൾ ഞാൻ നിനക്ക് സർപ്രൈസ് തരാതിരുന്ന അത് മോശമല്ലേ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? അതെ, ഞാൻ നിനക്ക് ഏറ്റവും വലിയ ഈ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സർപ്രൈസ് ഞാൻ നിനക്ക് തരട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ആ ഒരു കുഞ്ഞുണ്ടല്ലോ, അതായത് ഗൗതമിൻ്റെ കൈയെടുത്ത് നിധിയുടെ വയറ്റിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതേ സമയം ഗൗതമിന് വിശ്വസിക്കാനാവുന്നില്ല. ഗൗതം ചോദിക്കുകയാണ്, സത്യമാണോടോ ഇത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രഗ്നൻസി കിറ്റും അങ്ങ് കൊടുക്കുന്നു. ആ ഒരു ടെസ്റ്റ് ചെയ്ത ആ ഒരു കാർഡും അങ്ങ് കൊടുക്കുന്നു കേട്ടോ. ഇതോടുകൂടി ഗൗതമിന് സന്തോഷം സഹിക്കാനാവാതെ നിധിയെ അങ്ങ് വാരി പുളരുന്നത് കാണുമ്പോൾ ഇപ്പുറത്ത് ശിവാനിക്കും ഈ പറയുന്ന വസുന്ധരയ്ക്കും ഇത് താങ്ങാനാവുന്നില്ല. അപ്പോൾ വസുന്ധര എന്താണ് ഇപ്പോൾ ഇത് എന്ന് നല്ലപോലെ അറിയാൻ വസുന്ധരയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, സത്യമാണോടോ ഇത്? അതെ, സത്യം തന്നെ എന്നിങ്ങനെ നിധി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയെ വാരിപ്പുളരുമ്പോൾ ഇങ്ങനെ എടുത്തും കൊണ്ട് റൗണ്ട് ചെയ്യിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഗൗതം എന്നെ താഴെ ഇറക്കി, എന്നെ തല ചുറ്റുന്നു. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ആ സന്തോഷത്തിലാണ് ഞാൻ. ഈ സമയം നിന്നെ താഴെ ഇറക്കാൻ എനിക്ക് കഴിയില്ല എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നിധി പറയുന്നുണ്ട്, ഗൗതം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അയ്യോ, ഞാനത് മറന്നു. നിൻ്റെ വയറ്റിൽ ഒരു മോളാണ്. അങ്ങനെ അങ്ങ് തീരുമാനിച്ചോ? മോളൊന്നല്ല, മോനാണ് എന്ന് പറയണേട്ടോ. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുകയാണ് ഇവൾ ഗർഭിണിയാണെന്നുള്ള സത്യം. ഇത് കേൾക്കുന്ന നിധിക്ക് വിശേഷമുണ്ടെന്ന് അറിയുമ്പോൾ ശിവാനിക്കും വസുന്ധരക്കും താങ്ങില്ല. അവർ രണ്ടാളും ദേഷ്യത്തോടു കൂടി അവിടെ നിന്നങ്ങ് പോവാണ്. ഇതേ സമയം വസുന്ധര, ഇല്ല, ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി ഒരിക്കലും അവളുടെ വയറ്റിൽ ജനിക്കാൻ പാടില്ല. ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി അവളല്ല. അപ്പോഴേക്കും ശിവാനി പറഞ്ഞു, ശരിയാണ്, അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. എനിക്കിത് അനുവദിക്കാൻ പറ്റില്ല. എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് എൻ്റെ കൺമുന്നിൽ കണ്ടത്. സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എൻ്റെ ചെവി കൊണ്ട് കേട്ടത്. ഇത് പാടില്ല. അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നോ എന്നും പറഞ്ഞ് അലറി വിളിക്കണേട്ടോ വസുന്ധര. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഗൗതം ഇത് മോളാണെന്നും പറഞ്ഞ് അവർ തമ്മിൽ സന്തോഷം പങ്കുവെക്കുന്നു. ഇപ്പുറത്ത് നിധിയും അതേ സന്തോഷം. ഗൗതം എന്നെ താഴെ ഇറക്കി, ഗൗതം എനിക്ക് തല ചുറ്റുന്നു. ഇല്ല, ഇനി എൻ്റെ മോളെ ഞാൻ നല്ല പോലെ നടന്നാൽ മതി. ഇനി എൻ്റെ മോളെ എടുക്കില്ല, ചാടിക്കില്ല, ഒരു പണിയും ചെയ്യിക്കില്ല എന്നൊക്കെ പറയാണ്. ഇവിടെയാണെങ്കിലും ശിവാനിയാണെങ്കിലോ ഞാനാണ് ആദ്യം ഗർഭിണിയാവേണ്ടെന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും വസുന്ധര ചൂടാവണേ, നിന്നെ ഞാൻ ഈ വീട്ടിലോട്ട് കെട്ടിക്കൊണ്ടുവന്നത് വെറുതെയല്ല. നീയാണ് ആദ്യം ഈ വീട്ടിൽ പ്രസവിക്കേണ്ടതെന്ന് തീരുമാനിച്ചതല്ലേ, പിന്നെ നീ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ഇങ്ങനെ ശിവാനിയോട് ചൂടാവേണ്ടിട്ടാ. അപ്പോൾ എന്തായാലും നല്ല കിടുക്കൻ സീനാണ്. ഇനി നിധി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഇവർക്കൊന്നും സമാധാനമില്ല. അങ്ങനെ ജ്യോതിക്ക് വിവരം അറിയിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബാക്കിയുള്ള റിവ്യൂ ഒക്കെ ഇന്നലെ മിനിഞ്ഞാന്നായി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കേട്ടാൽ മതി. അപ്പോൾ എന്തായാലും നിധിക്ക് ഇനി വിശേഷം ഉണ്ടാവുകയാണ്. നിധി ഒരു അമ്മയാവുകയാണ്. പക്ഷേ ഈ സത്യങ്ങൾ അറിയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അവരെ കുഞ്ഞിനെ കളയാൻ ശ്രമിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ചെറിയൊരു തെറ്റിദ്ധാരണയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പിന്നീടാണ് ഇനി നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്.